പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ സുപ്രധാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് താരം KL രാഹുൽ. രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ റെക്കോർഡ് മറികടന്നാണ് രാഹുൽ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്ന ഡൽഹിയുടെ എവേ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഈ മത്സരത്തിലൂടെയാണ് രാഹുൽ തന്റെ പേര് IPL ചരിത്രത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. മത്സരത്തിൽ രാഹുൽ നേടിയ ഒരു സിക്സറാണ് അദ്ദേഹത്തെ ഒരു എലൈറ്റ് ക്ലബിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. IPL ഏറ്റവും വേഗത്തിൽ 200 സിക്സറുകൾ പറത്തിയ താരം ഇനി മുതൽ KL രാഹുലാണ്. ഇതുവരെ ഈ ക്ലബിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. 159 ഇന്നിംഗ്സുകളിൽ നിന്നാണ് സഞ്ജു ഈ നേട്ടം കൈവരിച്ചത്. എന്നാൽ ഇപ്പോൾ 129 ഇന്നിംഗ്സുകളിൽ നിന്ന് 200 സിക്സറുകൾ സ്വന്തമാക്കി KL രാഹുൽ ഈ പട്ടികയിൽ ഒന്നാമതെത്തി. ഇതോടെ സഞ്ജു രണ്ടാം സ്ഥാനക്കാരനുമായി. 165 ഇന്നിംഗ്സുകളിൽ നിന്ന് 200 സിക്സറുകൾ പറത്തിയ MS ധോണിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. IPL 2025 സീസണിന് മുന്നോടിയായി നടന്ന താരലേലത്തിലൂടെയാണ് KL രാഹുൽ ഡൽഹി ക്യാപിറ്റൽസ് ക്യാമ്പിലെത്തുന്നത്. സീസണിലെ ആദ്യ മത്സരങ്ങളിൽ വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് കളിക്കാതിരുന്ന താരം തിരിച്ചെത്തിയതിനു ശേഷം കിടിലൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിനിടെ റെക്കോർഡുകൾ സ്വന്തമാക്കാനും രാഹുൽ മറന്നില്ല. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസാണ് സ്വന്തമാക്കിയത്. വാശിയേറിയ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി IPL 2025 പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നേടാൻ ഗുജറാത്ത് ടൈറ്റൻസിന് സാധിച്ചതും വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ കിടിലൻ സ്കോറിലേക്ക് അനായാസം എത്താൻ സാധിച്ചതും ഗുജറാത്തിനെ ജയത്തിലേക്ക് നയിച്ചു. 54 പന്തിൽ 11 ഫോറുകളും 4 സിക്സറുകളും പറത്തി 97 റൺസ് നേടിയ ജോസ് ബട്ട്ലറാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ വിജയശില്പി. 4 വിക്കറ്റുകൾ സ്വന്തമാക്കിയ പ്രസിദ്ധ് കൃഷ്ണയും വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടിയപ്പോൾ 39 റൺസ് നേടിയ അക്സർ പട്ടേലാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോററായത്. കരുൺ നായർ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അശുതോഷ് ശർമ്മ എന്നിവർ 30-ന് മുകളിൽ റൺസ് നേടി. എന്നാൽ ഈ മത്സരത്തിൽ ഡൽഹിയുടെ ബൗളിംഗ് പട നിരാശപ്പെടുത്തി. കുൽദീപ് യാദവും മുകേഷ് കുമാറും മാത്രമാണ് ഡൽഹിക്കായി ഓരോ വിക്കറ്റുകൾ വീതം സ്വന്തമാക്കിയത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തിളങ്ങിയ ബൗളിംഗ് നിര ഈ മത്സരത്തിൽ നിരാശാജനകമായ പ്രകടനം നടത്തിയതോടെ 19-ാം ഓവർ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ജോസ് ബട്ട്ലറിന്റെ പ്രകടനം തന്നെയാണ് നിർണായകമായത്. രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കിയ താരത്തെ ഗുജറാത്ത് ടൈറ്റൻസ് ഇക്കുറി സ്വന്തമാക്കുകയായിരുന്നു. സീസണിൽ ഇതുവരെ മികച്ച ഫോമിലാണ് ബട്ട്ലർ ബാറ്റ് വീശിയത്. ഇതുവരെ നേടിയതിൽ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഡൽഹിക്കെതിരെ ജോസ് ബട്ട്ലർ ഇപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിന്റെ റൺഔട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കത്തിൽ നിരാശ നൽകിയെങ്കിലും സായി സുദർശൻ, ജോസ് ബട്ട്ലർ കൂട്ടുകെട്ട് ഗുജറാത്തിനെ വിജയ വഴിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനായി 4 വിക്കറ്റുകൾ നേടി പ്രസിദ്ധ് കൃഷ്ണയും മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മുഹമ്മദ് സിറാജും അർഷദ് ഖാനും ഇഷാന്ത് ശർമ്മയും സായ് കിഷോറും 1 വിക്കറ്റ് വീതം നേടി. ഷെർഫാൻ റദർഫോർഡ് 43 റൺസും സായി സുദർശൻ 36 റൺസും നേടി ഗുജറാത്തിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയായിരുന്നു.